നിങ്ങൾക്കറിയാമോ സയനൈഡിൻ്റെ രുചി എങ്ങനെയാണെന്ന് ലോകമറിഞ്ഞത് ഒരു മലയാളിയിലൂടെയാണെന്ന്? സയനൈഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ മരവിപ്പിക്കുന്ന ഭീകരതയാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നാവിലൊന്ന് തൊട്ടാൽ പോലും തൽക്ഷണം മരണം സുനിശ്ചിതമാക്കുന്ന ഈ അതിമാരക വിഷത്തെക്കുറിച്ച് ലോകത്തിന് ഒരേയൊരു അനുഭവം മാത്രമേയുള്ളൂ. അത് കുറിച്ചിട്ടത് ഒരു മലയാളിയാണ്. എറണാകുളം കാക്കനാട് സ്വദേശിയായ കണ്ണൻ എന്ന പ്രസാദ്. 2006 ജൂൺ 17 നടന്ന ആ സംഭവം ശാസ്ത്രലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി അവശേഷിക്കുന്നു. സയനൈഡിൻ്റെ രുചിയറിഞ്ഞ് അത് ലോകത്തെ അറിയിച്ച ഒരേ ഒരാൾ. പ്രസാദിൻ്റെ മരണം നടന്ന് 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിവരം ലോകശ്രദ്ധ നേടുന്നത്. 2021 ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബറ്ററിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിലൂടെയായിരുന്നു അത് ലോകമറിഞ്ഞത്. അതിവിശിഷ്ടമായ ഒരു നോൺ ഫിക്ഷൻ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പുസ്തകം ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച ചില പ്രതിഭകളുടെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ്. അതിൽ ഒരാൾ പ്രസാദായിരുന്നു. അതോടെ ഈ വാർത്ത ലോകമെമ്പാടും ചർച്ചാ വിഷയമായി. എറണാകുളം ജില്ലയിലെ കാക്കനാട് പഴന്തോട്ടം മണ്ണാശ്ശേരിയിലെ പ്രഭാകരൻ സരോജം ദമ്പതികളുടെ മൂത്ത മകനായിരുന്നു കണ്ണൻ എന്ന പ്രസാദ്. സുമുഖനും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റത്തിനുടമയുമായിരുന്നു പ്രസാദ്. കട്ടിമീശക്കാരനായിരുന്നു അദ്ദേഹം. തേച്ചുമിനുക്കിയ ഫുൾ സ്ലീവ് ഷർട്ടും പാൻസുമായിരുന്നു വേഷം. എപ്പോഴും മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്ന അദ്ദേഹത്തിനോടൊപ്പം ഒരു തവണ സംസാരിച്ചവർ പോലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. തൃപ്പൂണിത്തുറയിലെ സ്വർണ്ണപ്പണി ഉപേക്ഷിച്ച് 2005 പ്രസാദ് പാലക്കാട് പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തമായി ഒരു ജ്വല്ലറി ആരംഭിച്ചത്. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും അച്ഛനുൾപ്പെടെ പലരോടും കടം വാങ്ങിയ പണവും ചേർത്ത് ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട ആരംഭിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രസാദിൻ്റെ സൗഹൃദ വലയം വികസിക്കുകയും കച്ചവടം മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടെയാണ് പ്രസാദിൻ്റെ ജീവിതം തകർത്ത ആ സംഭവം സൗഹൃദത്തിൻ്റെ രൂപത്തിലെത്തുന്നത്. മാർബിൾ തൊഴിലാളികളാണെന്ന് പരിചയപ്പെടുത്തിയ രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശികളായ 2 പേർ സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് പിച്ചളയും പുറത്ത് സ്വർണം പൂശിയതുമായ ഒരു മാല നൽകി പ്രസാദിനെ വഞ്ചിച്ചു. 4 ലക്ഷം രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചത്. 2006 മാർച്ച് 28 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഹോട്ടലിൽ വെച്ച് ആദ്യഘട്ട പണമായ 2 ലക്ഷം രൂപ നൽകി ഇടപാട് നടത്തി. താൻ ചതിക്കപ്പെട്ട വിവരം പ്രസാദ് വൈകിയാണ് അറിയുന്നത്. മാസങ്ങൾക്ക് ശേഷം തട്ടിപ്പ് നടത്തിയ സംഘം സമാനമായ മറ്റൊരു തട്ടിപ്പിൽ പിടിയിലായ വാർത്ത പ്രസാദ് പത്രങ്ങളിലൂടെ അറിഞ്ഞു. ഉടൻ തന്നെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞ് പരാതി നൽകി മടങ്ങി. ഈ സംഭവത്തിന് ശേഷം പ്രസാദ് മാനസികമായി തകർന്നു. ബന്ധുക്കൾ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ അവസ്ഥയിൽ നിന്ന് കരകയറാനായില്ല. ജീവിതം അവസാനിപ്പിക്കാൻ ഉറച്ച പ്രസാദ് ജൂൺ 15 വെണ്ണക്കരയിലെ ബന്ധുവീട്ടിൽ നിന്ന് സയനൈഡുമായി ഇറങ്ങി. ഒരു സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സയനൈഡ് വാങ്ങാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ 207 നമ്പർ മുറിയെടുത്ത് അദ്ദേഹം താമസിച്ചു. ജൂൺ 16 അവസാനമായി അച്ഛനും അമ്മയും പ്രസാദുമായി ഫോണിൽ സംസാരിക്കുന്നത്. സംസാരത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ വീട്ടിലേക്ക് മടങ്ങിവരാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചു. അമ്മയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 18 വരാമെന്നും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് പ്രസാദ് സംഭാഷണം അവസാനിപ്പിച്ചു. തനിക്ക് പ്രശ്നങ്ങളില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഹോട്ടൽ ബോയിയെ കൊണ്ടും അദ്ദേഹം അച്ഛനോട് സംസാരിപ്പിച്ചിരുന്നു. സംഭവ ദിവസം രാവിലെ 6:45 സഹോദരൻ പ്രദീപിനോടും പ്രസാദ് സംസാരിച്ചു. മൊബൈൽ ഫോൺ ഓഫാക്കിയിരുന്നതിനാൽ ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് വിളിച്ച് ഫോൺ കണക്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോഴും സന്തോഷവാനായിരുന്നെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമുള്ള മറുപടിയാണ് പ്രദീപിൽ നിന്നും ലഭിച്ചത്. എന്നാൽ പ്രസാദ് പിന്നീട് ആ മുറി വിട്ട് പുറത്തു വന്നില്ല. പിറ്റേ ദിവസം ഏറെ വൈകിട്ടും മുറിവിട്ട് പുറത്തു വരാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് പ്രസാദിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് അതുവരെ ലോകം അറിയാതിരുന്ന ആ രഹസ്യം പ്രസാദ് കുറിച്ചിട്ടിരുന്നത്. കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഡോക്ടേഴ്സ്, ഞാൻ പൊട്ടാസ്യം സയനൈഡിൻ്റെ രുചി അറിഞ്ഞു. ഭയങ്കര പുകച്ചിലാണ് ആദ്യം. പതുക്കെ, വളരെ പതുക്കെ നാവെല്ലാം എരിഞ്ഞു പോകും. നല്ല കടുപ്പമാണ്. ഭയങ്കര ചവർപ്പാണ്. എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ സയനൈഡ് മദ്യത്തിൽ ഇട്ടുവെച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതലിഞ്ഞില്ല. അതേ പേന കൊണ്ട് ഞാൻ എല്ലാ വിവരങ്ങളും എഴുതി. എന്തോ ഓർക്കാൻ ശ്രമിച്ചു. പേന നാക്കിൽ മുട്ടിച്ചു. പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു. ഇത് എഴുതി തീരുന്നത് വരെ. സയനൈഡിൻ്റെ രുചി രേഖപ്പെടുത്താനുള്ള കാരണമായി പ്രസാദ് കുറിച്ചിട്ടത് ഇതായിരുന്നു.
അതേ പേജിൽ ഒരു വരി വിട്ട ശേഷം എൻ്റെ മരണത്തിന് അവർ മാത്രമാണ് ഉത്തരവാദികൾ, ബിക്കാനീർ സ്വദേശികളായ ഹിന്ദിക്കാർ എന്നും എഴുതിയിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ PB ഗുജറാളായിരുന്നു പ്രസാദിൻ്റെ മൃതദേഹ പരിശോധന നടത്തിയത്. സയനൈഡ് കലർന്ന മദ്യം കഴിക്കാതെ പേനത്തുമ്പിൽ നിന്ന് വിഷം ഉള്ളിൽ ചെന്നതിനാൽ 1-2 മില്ലിഗ്രാം സയനൈഡ് മാത്രമേ ശരീരത്തിനകത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ. ആ രുചിയേറിയാൻ അത് മതിയായിരുന്നു. അതുകൊണ്ടാണ് അതെഴുതാൻ കഴിഞ്ഞത്. സയനൈഡ് നാവിൽ സ്പർശിച്ച ഉടൻ തന്നെ നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ശ്വാസം മുട്ടലിനും ഹൃദയസ്തംഭനത്തിനും കാരണമാവുകയും ചെയ്യും. ചെറിയ അളവിൽ പോലും ഇത് മാരകമായതിനാൽ പ്രസാദിൻ്റെ അനുഭവം വൈദ്യശാസ്ത്ര ലോകത്തിന് ഒരു പുതിയ വിവരമായി. ഈ സംഭവം പ്രസാദിൻ്റെ ജീവിതത്തിലെ ദുരന്തം മാത്രമല്ല, ശാസ്ത്രലോകത്തിന് സയനൈഡിൻ്റെ രുചിയെക്കുറിച്ചുള്ള ഒരു അമൂല്യമായ വിവരവും നൽകി. ഒരു മനുഷ്യനും ജീവനോടെ രേഖപ്പെടുത്താൻ സാധ്യതയില്ലാത്ത ആ അനുഭവം ഒരു മലയാളി രേഖപ്പെടുത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തി കടന്നുപോയി.